നിനക്കറിയില്ല എന്നെ അല്ലേ? അവൾ ചന്തുവിനെ തുറിച്ചു നോക്കി. ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ട്. ചന്തു ഓർത്തു. അച്ഛന് തിരയാൻ പോയ അന്ന് യക്ഷിപ്പറമ്പിൽ കണ്ട ദമ്പതികളിലെ സ്ത്രീ. അതെ, ഇത് അവൾ തന്നെ. തൃക്കണാപുരം മനയിലെ അംഗങ്ങളെ കടിച്ചു കുടയാൻ പ്രതിജ്ഞ ചെയ്തവൾ. മഹാമാന്ത്രികനായ അച്ഛനെ കാലപുരിയിലേക്ക് അയച്ച ദുഷ്ട. ചന്തുവിന്റെ കണ്ണുകളിൽ കോപം കത്തിപ്പടർന്നു. എന്റെ മുമ്പിൽ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ചന്തു ക്ഷുഭിതനായി. കാളിയാട്ട് തറവാടിന്റെ ചേതനയറ്റ തായ്വേരിലെ വെറും 4 പേരാണ് നീ. നിന്നെയും ഇല്ലാതാക്കി തറവാടിന്റെ അസ്ഥിവാരം ഇളക്കാൻ എനിക്ക് കഴിയും. എന്റെ ഔദാര്യം കൊണ്ടാണ് ജീവിക്കാൻ നിന്നെ അനുവദിക്കുന്നത്. നാവടക്ക്. എന്റെ തറവാടിന്റെ തായ്വേര് പിഴുതെറിയാൻ നിനക്കാവില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. നിർത്ത നിന്റെ അട്ടഹാസം. ചന്തു കലിതുള്ളി. അവൾ ചിരിയൊതുക്കി. പിന്നെ ഉഗ്രഭാവത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ മാർഗം തടഞ്ഞ് മുന്നോട്ട് പോകാനാണ് നിന്റെ ഭാവമെങ്കിൽ കാളിയാട്ട മാധവന്റെ അനുഭവം നിനക്കുമുണ്ടാവും. ചന്തു കണ്ണു ചിമ്മി വലതു കൈ നീട്ടി. കാരിരുമ്പിന്റെ ശൂലം ചന്തുവിന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ദമ്പതി രക്ഷസ് ഞെട്ടി പിന്നോക്കം മാറി. അടുത്ത നിമിഷം അവൾ അപ്രത്യക്ഷമായി. എവിടെ അവൾ? ചന്തു സൂക്ഷ്മതയോടെ ചുറ്റും നോക്കി. പൊട്ടിച്ചിരി കേട്ട ഭാഗത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. തെല്ലകലെ അവൾ, ദമ്പതി രക്ഷസ്. അവളുടെ അരികത്ത് പുരുഷ രക്ഷസും. കഴുത്തിനു മീതെ തലയില്ലാത്ത രക്ഷസ്. മര്യാദയ്ക്ക് വന്ന വഴി പോകുന്നതാണ് നല്ലത്. അനേകം മന്ത്രവാദികൾ ജനിച്ച തറവാടാണ്, ഇതൊന്ന് ഓർമ്മ വേണം. ചന്തു മുന്നറിയിപ്പ് കൊടുത്തു. 1000 മാന്ത്രികന്മാർ ജനിച്ച തറവാടായിട്ട് എന്തു നേട്ടം? നിന്റെ മച്ചിലെ നിറഞ്ഞ കാൽപ്പെട്ടിയിലെ താളിയോല കെട്ടുകളിൽ ഒന്നും കാണില്ലേ ചന്തു? ദമ്പതി രക്ഷസുകളെ ബന്ധിക്കാനുള്ള മന്ത്രതന്ത്രങ്ങൾ. ഭയപ്പെടുത്തി എന്റെ നീക്കം തടയുക. കഴിഞ്ഞില്ലെങ്കിൽ ജീവന് വേണ്ടി യാചിക്കുക. അതിനല്ലേ ഈ രാവിൽ ഇവിടെ എത്തിയത്? മഹാമാന്ത്രികനായ നിന്റെ അച്ഛന്റെ മുമ്പിൽ പോലും യാചിച്ചിട്ടില്ല. എന്നിട്ടാണോ 7ാം കരുതലായ നിന്റെ മുമ്പിൽ? സ്ത്രീ രക്ഷസ് പരിഹസിച്ചു. ചന്തുവിന് സഹിക്കാനായില്ല. ക്ഷമയുടെ നെല്ലിപ്പടിയും കടന്നിരിക്കുന്നു. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ചന്തു ശൂലത്തിൽ അമർത്തിപ്പിടിച്ചു. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അത് തൃക്കണാപുരം മനയിലുള്ളവരുടെ അന്ത്യം കാണുക എന്നതാണ്. അത് മുടക്കാൻ എത്തുന്ന ഒരുത്തനെയും ഞങ്ങൾ വിടില്ല. വെറുതെ ഞങ്ങളുടെ താപവും കോപവും നീ ഏറ്റുവാങ്ങുന്നത് എന്തിന്? തൃക്കണാപുരം മനയിലുള്ളവരോട് എന്തിനിത്ര പക? അവരെ ഉന്മൂലനം ചെയ്യാതെ പൂവും നീരും കിട്ടുന്ന മറ്റു വല്ലയിടത്തും കുടിയേറരുതോ? അസഹ്യതയോടെ ചെവി പൊത്തിയിട്ട് അവൾ പറഞ്ഞു. ഇല്ല ഇല്ല. കിതച്ചുകൊണ്ട് അവൾ തുടർന്നു. പ്രതികാരത്തിന് പിന്നിൽ തൃക്കണാപുരം ദേശമറിയാത്ത ഒരു ദുരന്ത കഥയുണ്ട്. കൊടും വഞ്ചനയുടെ, കൊടും പാതകത്തിന്റെ. പറയ്, എന്താണത്? ചന്തുവിന് ആകാംക്ഷയായി. അതിനു മുമ്പ് ഒരു സത്യം ചെയ്യണം. നിന്റെ കയ്യിലെ ശൂലത്തെ സാക്ഷി നിർത്തി പക അടങ്ങാതെ ഞങ്ങളെ ബന്ധിക്കില്ലെന്ന്. ഇല്ല, തൃക്കണാപുരം മനയിലുള്ളവരെ രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. കാളിയാട്ട ചന്തുവിന് ഒരു വാക്കേ ഉള്ളൂ. ആ വാക്ക് പാലിക്കാൻ നിനക്കാവില്ല ചന്തു. അതിനു മുമ്പ് നിന്നെ ഞങ്ങൾ കൊന്നിരിക്കും. കാളിയാട്ട മാധവന്റെ മകൻ ചന്തുവാണ് പറയുന്നത്. നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ വരയ്ക്കുന്ന പഞ്ചവർണ്ണ കളത്തിൽ നിങ്ങളെ 2 പേരെയും വരുത്തും. അങ്ങനെയാണെങ്കിൽ നിന്റെ മന്ത്രശക്തിയിൽ പിടയുമ്പോൾ പറയും ആ കഥ. ഞങ്ങളെ തളയ്ക്കാൻ യോഗമുണ്ടെങ്കിൽ നടക്കട്ടെ. അടുത്ത നിമിഷം ദമ്പതി രക്ഷസുകൾ അപ്രത്യക്ഷരായി. കാക്കയുടെ കരച്ചിലാണ് ചന്തുവിനെ പരിസരബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. നേരം പുലർന്നിരിക്കുന്നു. ആത്മസംഘർഷത്തിന്റെ ഒരു രാവ്. കുളി കഴിഞ്ഞ് ചാമുണ്ടീശ്വരിക്ക് വിളക്കും വെച്ച് ചന്തു ഉമ്മർത്ത് വന്നിരുന്നു. അപ്പോഴേക്കും നേരം വെളുത്തു. മനസ്സ് കലങ്ങി മറിഞ്ഞു. ദമ്പതി രക്ഷസുകൾ നിസാരക്കാരല്ല. അവർ പ്രകോപിതരാണ്. ഉത്തമ കർമ്മത്തിലായിരുന്നു തളയ്ക്കേണ്ടിയിരുന്നത്.
ഏതൊന്നിനും അധമരീതി അവലംബിച്ച അച്ഛനാണ് സ്ഥിതിഗതികൾ ഇത്രയും വഷളാക്കിയത്. മുറിവേറ്റ ഈറ്റുപാമ്പിനെ പോലെ പ്രതികാരാഗ്നി നെഞ്ചിലേറ്റി നടക്കുന്ന അവരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. അതാവട്ടെ ഏറ്റവും ശ്രമകരവുമായിരിക്കും. ചന്തു തല പുകഞ്ഞാലോചിച്ചു. അപമൃത്യു സംഭവിച്ച അച്ഛന് നടത്തിയ ക്രിയകളിൽ ആത്മാവ് പ്രീതിപ്പെട്ടിരിക്കുമോ? ഓരോ ചിന്തയ്ക്കിടയിൽ കയറി വന്ന മനസ്സിന്റെ ചോദ്യം. ജ്യോത്സ്യരെ കൊണ്ട് രാശി വെപ്പിക്കുന്നത് നന്നായിരിക്കും. അന്തരംഗം മന്ത്രിച്ചു. ശരിയാണ്, അതൊന്ന് നോക്കിക്കുക തന്നെ. ദേശത്ത് പണിക്കരുണ്ട്, കുഞ്ഞിരാമ പണിക്കർ. ചന്തു വീട് പൂട്ടി പുറത്തിറങ്ങി. കുഞ്ഞിരാമ പണിക്കരുടെ വീട്ടിലേക്ക് നടന്നു. ജ്യോത്സ്യരുടെ ഉമ്മറ ബെഞ്ചിൽ 4-5 പേരുണ്ട്. അകത്തെ ഇടനാഴികയിൽ കവിടി ഉരയുന്നതിന്റെയും പ്രശ്നഫല പ്രവചനത്തിന്റെയും ശബ്ദമുയർന്നു. ഓരോരുത്തരായി പണിക്കരെ കണ്ട് തിരിച്ചുപോയി. ചന്തു മാത്രം അവശേഷിച്ചു. ഇനി ആരെങ്കിലും ഉമ്മർത്തുണ്ടോ? തുറന്നിട്ട ജനവാതിലിനും അപ്പുറം കുഞ്ഞിരാമ പണിക്കരുടെ മുഖം ചന്തു കണ്ടു. ചന്തു, വന്നോളൂ. പണിക്കർ ചന്തുവിനെ നോക്കി. വെളുത്ത കുറിയ ദേശപ്പണിക്കർ ഇടനാഴികയിലെ പുൽപ്പായയിൽ ഇരുന്നു. കോണിച്ചോട്ടിലാണ് പ്രശ്നം വെപ്പ്. മുമ്പിൽ കവിടിക്കൂട്ടവും ഗ്രഹനില വരച്ച പലകയും എരിയുന്ന നിലവിളക്ക്. ഇരിക്കൂ, കുഞ്ഞിരാമ പണിക്കർ പറഞ്ഞു. ചന്തു പണിക്കർക്ക് അഭിമുഖമായി ഇരുന്നു. അച്ഛൻ മരിച്ചതറിഞ്ഞ് ഞാനവിടെ വന്നിരുന്നു. ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എന്താ വന്ന കാര്യം? പുല ആചരിച്ചു, ബലിതർപ്പണം ചെയ്തു. തിരുനാവായയിൽ ചെയ്ത ക്രിയയിൽ ആത്മാവ് പ്രീതിപ്പെട്ടോന്ന് അറിയണം, അല്ലേ? അതെ, ചന്തു പറഞ്ഞു. അച്ഛന്റെ നാളും പേരും ജനന മരണ മാസവും തീയതിയും പറഞ്ഞോളൂ. മാധവൻ നായര്. ജനനം മീനത്തിലെ മാഗീര്യം. മീനത്തിലെ ഭരണിനാളിൽ തന്നെ മരണവും. ദുർമരണം. ഗണപതി വന്ദനത്തോടെ കവിടി ഒഴിഞ്ഞെടുത്ത പണിക്കർ രാശി നോക്കി. അയാളുടെ നെറ്റി ചുളിഞ്ഞു. ഈശ്വരാ, കർമ്മത്തിൽ പിഴവ് വന്നു. ചന്തുവിന്റെ മനസ്സ് വേവലാതിപ്പെട്ടു. ഇതുവരെ പിഴച്ചിട്ടില്ല ഈ കുഞ്ഞിരാമ പണിക്കർക്ക്. നെറ്റി ചുളിച്ച പണിക്കർ ചന്തുവിന്റെ മുഖത്തേക്ക് നോക്കി മുഖവര എന്നോണം പറഞ്ഞു. എന്താ കാര്യം? ചന്തു ഉത്കണ്ഠപ്പെട്ടു. ചന്തു, മാധവൻ നായര് മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടിരിക്കണു. ചന്തു ഞെട്ടിപ്പോയി. കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്താ ഈ കേക്കണേ? പരമാർത്ഥം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പിഴയ്ക്കാറില്ലെന്ന്. ഞാൻ ദഹിപ്പിച്ചത് മറ്റാരുടേതോ ആണ്. ഈശ്വരാ, ചന്തുവിന്റെ മനസ്സ് കൂടുതൽ പ്രക്ഷുബ്ധമായി. കണ്ണിൽ ഇരുട്ട് പടരുന്നതായും തല ചുറ്റുന്നതായും തോന്നി. അച്ഛനിപ്പോ എവിടെയാണുള്ളത്? ചന്തു നെഞ്ചിടിപ്പോടെ ചോദിച്ചു. ബന്ധനത്തിലാണ്, നിലവറയിൽ. അവിടെ ദുരിതം അനുഭവിച്ച് കഴിയാണ്. അതെവിടെയാണ്? രാശിപ്രകാരം ആൾപ്പാർപ്പില്ലാത്ത വിജന പ്രദേശത്ത്. ജ്യോത്സ്യരെ, അച്ഛൻ എനിക്ക് രക്ഷപ്പെടുത്തണം. കുഞ്ഞിരാമ പണിക്കർ പുഞ്ചിരിച്ചു. അച്ഛനെ രക്ഷപ്പെടുത്താൻ ചന്തു ക്ലേശിക്കണം. എത്ര വലിയ മന്ത്രസിദ്ധി ഉണ്ടെങ്കിലും മാധവൻ നായർ മോചിക്കണമെങ്കിൽ ഈശ്വരൻ വിചാരിക്കണം. ബന്ധിച്ചിരിക്കുന്നത് ദുഷ്ടശക്തികളാണേ. ഒരു ഉപായം. പ്രതിവിധി ഈശ്വര പ്രാർത്ഥനയിൽ ഉരുത്തിരിയും. ഇഷ്ടദേവതോപാസനയോടൊപ്പം നാഗങ്ങളെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മാധവൻ നായരുടെ അടുത്ത് സർപ്പസാന്നിധ്യം കാണുന്നു. ചന്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കുഞ്ഞിരാമ പണിക്കർക്ക് ദക്ഷിണയും കൊടുത്ത് ചന്തു മടങ്ങി. ഇതേ സമയം പാത്രമനയിൽ ഉമ്മറത്തിണ്ണയിലിരുന്ന് ശങ്കരൻ നമ്പൂതിരി തൃക്കണാപുരം മനയിലെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. അന്തർജനവും മകൾ ദേവതിയും ഭയത്തോടെയാണ് അതൊക്കെ കേട്ടത്. തൃക്കണാപുരയിൽ മനയിൽ താമസിച്ചിട്ട് വെറുതെ മനസമാധാനം കെടുത്തണോ? അന്തർജനം ശങ്കരൻ നമ്പൂതിരിയെ നോക്കി. എനിക്ക് കേട്ടിട്ട് തല പെരുക്കണ്. ദേവതി അമ്മയോടൊട്ടി നിന്നു. ശങ്കരൻ നമ്പൂതിരി എഴുന്നേറ്റ് ഭാര്യയോടും മകളോടുമായി പറഞ്ഞു. നാം തൃക്കണാപുരം മനക്കിലും നിങ്ങൾ രണ്ടാളും ഇവിടെയും. വയ്യ, നേറി നേറി രാപ്പകല് കഴിക്കാൻ. പോന്നോളൂ രണ്ടാളും ഇപ്പൊ തന്നെ. വേലിപ്രായം എത്തിയ കുട്ടിയാ ദേവതിന്ന് ഇവിടുത്തെ ആൾക്ക് ഓർമ്മ വേണം. അവിടെ വെച്ച് വല്ല ബാധയും കേറിയാൽ പറ്റില്ല. എന്താ സംബന്ധ പറയണേ? ചന്തുന്ന് പറയണ ഒന്നാന്തര മന്ത്രവാദി മനക്കിലെ രക്ഷ ചെയ്ത് വെച്ചിരിക്കണു. പിന്നെ എന്താ അത്ര ഭയക്കാൻ? ശങ്കരൻ നമ്പൂതിരി ഭാര്യയെയും മകളെയും കൂട്ടി
തൃക്കണാപുരം മനയിലേക്ക് തിരിച്ചു. തൃക്കണാപുരം മനയുടെ പൂമുഖത്ത് ലൈറ്റ് കത്തുന്നുണ്ട്. സന്ധ്യയ്ക്ക് കൊളുത്തിയ തൂക്കുവിളക്ക് ഇനിയും അണഞ്ഞിട്ടില്ല. രുദ്രൻ നമ്പൂതിരി ചാരുകസേരയിൽ ഇരിക്കുകയാണ്. ചന്ദ്രയും നവ്യയും പൂമുഖത്തുണ്ട്. രാമൻ നായർ പൂമുഖത്തിണ്ണയിൽ ഇരിക്കുന്നു. ഓ, വരണുണ്ട്. രുദ്രൻ നമ്പൂതിരി പടിപ്പുര കടന്നു വരുന്ന ശങ്കരൻ നമ്പൂതിരിയെയും കുടുംബത്തെയും കണ്ടു. എല്ലാവരും പടിപ്പുരയിലേക്ക് നോക്കി. കുറച്ച് നേരത്തെ എങ്ങടെ എത്തിക്കൂടായിരുന്നില്ലേ? രുദ്രൻ നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരിയെ നോക്കി സ്നേഹത്തോടെ പരിഭവിച്ചു. അത്രയും ദൂരത്തുനിന്ന് ഇത്രയിടം വരെ എത്തണ്ടേ? ശങ്കരൻ നമ്പൂതിരി പറഞ്ഞു. ചന്ദ്ര ദേവതയുടെ കൈ പിടിച്ചു. നവ്യയും ഒപ്പം കൂടി. എന്താ പേര്? ചന്ദ്ര ചോദിച്ചു. ദേവതി. നല്ല പേര്. ചന്ദ്ര നവ്യയെ നോക്കി മന്ദഹസിച്ചു. മൂന്നാളും സമപ്രായം. രുദ്രൻ നമ്പൂതിരി നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. സന്ധ്യക്ക് പുറത്തിറങ്ങാൻ പാടില്ലാന്നും മറ്റും. രുദ്രൻ നമ്പൂതിരി ചന്ദ്രയുടെ നേരെ മുഖമുയർത്തി. അമ്മാവ. അന്തർജനത്തെയും ദേവതയെയും കൂട്ടി ചന്ദ്രയും നവ്യയും അകത്തേക്ക് പോയി. കാളിയാട്ട് തറവാട്ടിൽ ഈ സമയത്ത് സംഘർഷഭരിത നിമിഷങ്ങളായിരുന്നു. തറവാട്ടിലെ ഒരു മുറിയിൽ ചന്തു ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. തൊട്ടു മുമ്പിൽ കത്തിച്ച നിലവിളക്കും കുരുതി നിറച്ച ഉരുളിയുമുണ്ട്. മുറിയിൽ എരിയുന്ന ട്യൂബ്. അമ്മേ, രക്തചാമുണ്ടേശ്വരി, പാതാളത്തിൽ കിടക്കുന്ന എന്റെ അച്ഛനെ കണ്ണിൽ കാണിച്ചു തരണേ. അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ചന്തു ഉരുളിയിലേക്ക് നോക്കി. നിമിഷങ്ങൾക്കകം ഗുരുതിയുടെ പ്രതലം തെളിഞ്ഞ് കണ്ണാടി കണക്കായി. അതിൽ രണ്ടു കണ്ണും നഷ്ടപ്പെട്ട് താടിയും മുടിയും നീണ്ട് അവശനായി കിടക്കുന്ന കാളിയാട്ടെ മാധവൻ നായരെ കണ്ടു. അരികത്ത് ഒരു സർപ്പവും. അത് ഫണം വിടർത്തി നിൽക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ നിലമുള്ള നിലവറയുടെ ഒരു മൂലയിൽ കൂനിക്കൂടിയിരിക്കുകയാണ് അച്ഛൻ. ചന്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അധിക നേരം കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഗുരുതിയിലെ കാഴ്ച അപ്രത്യക്ഷമായിരുന്നു. ചന്തുവിന്റെ ഹൃദയമെടുപ്പ് ദ്രുതഗതിയിലായി. ഉമ്മർത്ത് വന്നിരുന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ തല പുകഞ്ഞാലോചിച്ചു ചന്തു. അച്ഛന്റെ അടുത്തുള്ളത് ഉഗ്രവിഷസർപ്പമാണ്. അതെങ്ങാനും ദംശിച്ചാൽ ഓർക്കാൻ പോലും ചന്തുവിന് കഴിഞ്ഞില്ല. ദുഃഖം ഘനീഭവിച്ച കുനിഞ്ഞ മുഖം പതുക്കെ ഉയർത്തി. കണ്ണിൽ കണ്ടത് മുറ്റത്തിനും അപ്പുറമുള്ള സർപ്പക്കാവും നാഗത്താൻ തറയും. തക്ഷകന്റെ പരമ്പരയായ നാഗത്താന്മാർക്ക് മാത്രമേ അച്ഛനെ രക്ഷിക്കാനാവൂ. ചന്തു മെല്ലെ എഴുന്നേറ്റ് സർപ്പക്കാവിലേക്ക് നടന്നു. തൂങ്ങിക്കിടക്കുന്ന വള്ളികളും ചിത്രോട കല്ലുകളുമുള്ള സർപ്പക്കാവ്. ചീവീടുകളും വെരുകും ഉഗ്രനാഗങ്ങളും രാപ്പാർക്കുന്ന പെരുങ്കാവിൽ നാഗങ്ങളുടെ കരിങ്കൽ പ്രതിമകൾ സ്ഥാപിച്ച നാഗത്താൻ തറ. നല്ല നിലാവ് പകൽ വെളിച്ചം പോലെ പ്രകാശപൂരിതമാണ്. തൊഴുകൈകളോടെ ചന്തു നാഗത്താൻ തറയുടെ മുമ്പിൽ നിന്ന് നാഗരാജ മന്ത്രം ജപിച്ചു. പിന്നെ കണ്ണു തുറന്ന് നെഞ്ചകം തകർന്ന് കരഞ്ഞു. നാഗരാജാക്കളെ, എന്റെ അച്ഛൻ പാതാളത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. രണ്ട് കണ്ണും നഷ്ടപ്പെട്ട അച്ഛന്റെ അരികത്ത് ഒരു നാഗമുണ്ട്. അച്ഛനെ രക്ഷിക്കാൻ പഴുതു തേടുകയാണ് ഞാൻ. അതിനിടയ്ക്ക് അച്ഛനെ വിഷം തീണ്ടിയാൽ ഈ നാഗത്തറയിൽ തലയിടിച്ച് ഞാൻ മരിക്കും. പെട്ടെന്ന് വീശിയ കാറ്റിൽ സർപ്പക്കാവ് നിളകി. സർപ്പവിഗ്രഹത്തിൽ ഒന്നിന് തിളക്കം. ചന്തുവിനെ അമ്പരിപ്പിച്ച് നാഗവിഗ്രഹത്തിന് ജീവൻ വെച്ചു. അത് അതീവ സുന്ദരിയായ നാഗകന്യക. അരയ്ക്ക് മീതെ കിരീടം ധരിച്ച സ്ത്രീരൂപവും അരയ്ക്ക് താഴെ സർപ്പരൂപവും. ഭക്ത, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നാഗകന്യക കൈ ഉയർത്തി അനുഗ്രഹിച്ചു. ദേവി, എന്റെ അച്ഛൻ മഹാമാന്ത്രികനായ കാളിയാട്ടെ മാധവനെ രക്ഷസുകൾ ബന്ധിച്ചിരിക്കുകയാണ്. കാവലായാണ് നാഗത്തിനെ നിർത്തിയിരിക്കുന്നത്. അത് ഉപദ്രവിക്കില്ല. നിന്റെ അച്ഛന് ഒരാപത്തും വരുത്താതെ ഞാൻ നോക്കുന്നതായിരിക്കും. അത് മതി, അത് മതി. ചന്തു സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. നാളെ തന്നെ പോകുന്നുണ്ട് ഞാൻ അച്ഛനെ തെരഞ്ഞ്. നിന്റെ അച്ഛൻ എവിടെയാണുള്ളതെന്ന് അറിയാമോ? ഇല്ല, എനിക്കറിയില്ല. കഷ്ടം. മേലിൽ എന്ത് ദൗത്യത്തിന് പുറപ്പെടുമ്പോഴും വ്യക്തമായ ധാരണ വേണം, അല്ലെങ്കിൽ ശ്രമം പാഴാവും. നിന്റെ അച്ഛൻ യക്ഷിപ്പറമ്പിലെ തകർന്നടിഞ്ഞ കെട്ടിടത്തിലുള്ള നിലവറയിലാണ്. അവിടെ ചെന്നാൽ അച്ഛനെ രക്ഷപ്പെടുത്തുക എളുപ്പമല്ല. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അരുളിയാലും. നിന്റെ ജാതക വിധിയാണ് ഇതിനൊക്കെ ഹേതു.
മൂശയിൽ പാകമാവുന്ന വാർപ്പ് പോലെയാണ് ഇനി മുതൽ നിന്റെ ജീവിതം. ഉരുകിത്തിളയ്ക്കും. കടുത്ത പരീക്ഷണങ്ങൾക്ക് നീ പാത്രമാവും. ഇതിനൊന്നും പ്രതിവിധിയില്ലേ? ഉവ്. ഈ തറവാടിന്റെ 8 കാതം കിഴക്കോട്ട് നടന്ന് 4 കാതം തെക്കോട്ട് വയ്ക്കുക. അവിടെ നിന്നും പടിഞ്ഞാറ് നോക്കിയാൽ കാണാം നോക്കെത്താത്ത ദൂരത്തിൽ ഒരു വളപ്പ്. മാടത്ത് മൂപ്പിൽ നായരെന്ന മഹാമാന്ത്രികനെ, മന്ത്രവാദത്തിന്റെ പെരുന്തച്ഛനെ നിനക്ക് അവിടെ കാണാം. എല്ലാറ്റിനും പരിഹാരം നിർദ്ദേശിക്കാൻ മാടത്ത് മൂപ്പിൽ നായർക്ക് സാധിക്കും. പെട്ടെന്ന് നാഗകന്യക അപ്രത്യക്ഷമായി. ചന്തു ഭയഭക്തിയോടെ വീട്ടിലേക്ക് നടന്നു. വലിയ ചില ഉത്തരവാദിത്വങ്ങളാണ് വന്നിരിക്കുന്നത്. തൃക്കണാപുരം മനയിൽ അപമൃത്യു സംഭവിക്കാതെ നോക്കണം. അച്ഛനെ മോചിപ്പിക്കണം. ദമ്പതി രക്ഷസുകളെ തളയ്ക്കണം. ഇതൊക്കെ തന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ചന്തു ചിന്തിച്ചു. നിനക്ക് അതിനൊന്നും കഴിയില്ല ചന്തു. ശബ്ദം കേട്ട ചന്തു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ദമ്പതി രക്ഷസിലെ സ്ത്രീ രക്ഷസ് കൂർത്ത ദംഷ്ട്രകളും കഴുത്തിനു ചുറ്റും കണ്ണുകളിൽ നിന്ന് ചോര ഒലിപ്പിച്ചും അവൾ കടിച്ചു കുടാനുള്ള കോപത്തോടെ നിൽക്കുന്നു. എന്തിനെന്റെ അച്ഛനെ കൊല്ലാക്കൊല ചെയ്യുന്നു? അന്ധനാക്കി നിലവറയിൽ തള്ളിയതിലും ഭേദം അച്ഛനെ കൊന്നുകൂടായിരുന്നോ? അച്ഛന്റെ രക്തം കുടിച്ച് ദാഹം തീർക്കരുതായിരുന്നോ? സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ ചന്തു ഗർജിച്ചു. ഞങ്ങളുടെ രഹസ്യം നീ മനസ്സിലാക്കി. ആദ്യ പരാജയം. ഇനി പരാജയപ്പെടില്ല ഞങ്ങൾ. നീ ഞങ്ങൾക്ക് ശത്രുവായി തീർന്നു കഴിഞ്ഞു. ഇതാ നീ സർപ്പദംശനമേറ്റ് മരിക്കാൻ പോകുന്നു. അത്രയും പറഞ്ഞ് രക്ഷസ് പൊട്ടിച്ചിരിച്ചു. ചന്തുവിന്റെ മുമ്പിൽ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു. അത് ഫണം വിടർത്തി ചന്തുവിന്റെ കാലിന്മേൽ ആഞ്ഞു കൊത്തി. ഞൊടിയിടയിൽ പിന്നോക്കം മാറിയില്ലായിരുന്നെങ്കിൽ ചന്തുവിന്റെ പാദത്തിൽ സർപ്പത്തിന്റെ കൊത്തിയേൽക്കുമായിരുന്നു. പുള്ളിക്കെട്ടുള്ള അത് പിന്നെയും ഇഴഞ്ഞെടുത്തു. അടിമുടി പെരുത്തു കയറിയ ചന്തു കിതപ്പോടെ പിന്നോക്കം നീങ്ങിക്കൊണ്ടേയിരുന്നു. സ്ത്രീ രക്ഷസ് പൊട്ടിച്ചിരിച്ചു. ഒരിക്കൽ കൂടി വാൽത്തുമ്പോളം ഉയർന്ന് ഫണ വിടർത്തി ആഞ്ഞു കൊത്തിയെങ്കിലും നിഷ്ഫലമായി. അമ്മേ ചാമുണ്ടേശ്വരി, രക്തചാമുണ്ടേശ്വരി! ചന്തു മിഴി ചിമ്മി ധ്യാനിച്ചു. കണ്ണു തുറന്ന ശേഷം ചന്തു പിന്നെയും ഇഴഞ്ഞടക്കുന്ന സർപ്പത്തെ രൂക്ഷമായെന്ന് നോക്കി. വലതു കൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് വൃത്തം വരച്ച് മിഴി ചുമ്മി തുറന്ന വേഗതയിൽ സർപ്പത്തെ ബന്ധനത്തിലാക്കി. അത് മുന്നോട്ടിഴയാനാവാതെ ഞെളിപിരി കൊണ്ടു. അപ്രതീക്ഷിത തിരിച്ചടിയിൽ രക്ഷസ് കോപാന്തയായി. ചന്തു രക്ഷസിന്റെ നേർക്ക് മുഖമുയർത്തി. ഏയ് സ്ത്രീ രക്ഷസേ, കാളിയാട്ട ചന്തുവിനോട് വേണ്ട നിന്റെ പരീക്ഷണം. പോരിന് വന്നാൽ എന്റെ മന്ത്രതാപത്താൽ വെന്തുരുകും നീയ്. നിന്റെ ബന്ധനത്തിൽ നിന്നും ഞാനിതാ എന്റെ നാഗത്തെ മോചിപ്പിക്കാൻ പോവുകയാണ്. ഇത് കാലൻ പാമ്പാണ് ചന്തു. നിന്റെ ജീവൻ എടുക്കാതെ പിന്തിരിയില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. ഈശ്വര, എന്താ ചെയ്യ? ചന്തു ഭയപ്പെട്ടു. ക്ഷണവേഗത്തിൽ വല്ലതും ചെയ്തില്ലെങ്കിൽ തന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. ചന്തുവിന് ഒരു യുക്തി തോന്നി. ഓം ഗരുഡായ നമഃ. ചന്തു ഗരുഡ മന്ത്രം ഉരുവിട്ടു. അടുത്ത നിമിഷം ആകാശത്ത് ഗരുഡൻ പ്രത്യക്ഷപ്പെട്ടു. ഭൂമിയിലേക്ക് തുറച്ചു നോക്കി അത് താഴേക്ക് പറന്നിറങ്ങി. കൂർത്ത് വളഞ്ഞ കൊക്കിൽ സർപ്പത്തെ കൊത്തിയെടുത്ത് അത് ആകാശത്തേക്ക് ചിറകടിച്ചുയർന്നു. സ്ത്രീ രക്ഷസ് കോപം കൊണ്ട് വിറച്ചു. ആത്മവിശ്വാസം വന്നതോടെ ചന്തുവിനും കലിയിളകി. എന്റെ പാതയിൽ തടസ്സം നിൽക്കാതെ വന്ന വഴിക്ക് തിരിച്ചു പോ, അല്ലെങ്കിൽ ചന്തു ഉറക്കെ പറഞ്ഞു. ചന്തു, നീ ജയിച്ചുവെന്ന് കരുതണ്ട. പരാജയത്തിന്റെ ഭാരം കൊണ്ട് നിന്റെ മുഖം ഞാൻ കുനിപ്പിക്കും. രക്ഷസ് അപ്രത്യക്ഷമായി. ചന്തുവിന് കിതപ്പ്. ഉമ്മറത്തേക്ക് കയറുമ്പോഴും ഹൃദയത്തിന്റെ താളം ക്രമപ്പെട്ടില്ല. വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. തൃക്കണാപുരം മനയിൽ മൃത്യു സംഭവിക്കാതെ നോക്കണം. നിലവറയിൽ അകപ്പെട്ട അച്ഛനെ രക്ഷിക്കണം. ഇതിനൊക്കെ പുറമെ ദമ്പതി രക്ഷസിനെ തളയ്ക്കണം. ഈശ്വര, അതിനിടയിൽ എന്തൊക്കെ അഗ്നിപരീക്ഷകൾ! രാത്രി ഉറക്കം വന്നില്ല.
മനസ്സ് സംഘർഷഭരിതമാണ്. മുറിയിൽ വാഴയിലിൽ മൂടിയ ഗുരുതി നിറച്ച ഉരുളി, ഭിത്തിയിൽ ചാരിവെച്ച കാരിരുമ്പ് ശൂലം. ചന്തുവിന്റെ കണ്ണുകൾ മെല്ലെ തുറന്നിട്ട ജനവാതിലിന് അപ്പുറത്തേക്ക്. കട്ടിൽമേൽ ഇരിക്കുകയായിരുന്ന ചന്തു ജനവാതിലിന്റെ അടുത്തെത്തി. അഴികൾ പിടിച്ച് പുറത്തേക്ക് നോക്കി. മാനത്ത് വാരി വിതറിയ നക്ഷത്രങ്ങൾ, അർദ്ധവൃത്താകൃതിയിൽ പുഞ്ചിരിക്കുന്ന ചന്ദ്രബിംബം, നിലാവിൽ പെയ്തിറങ്ങുന്ന മഞ്ഞ് പുകമടലം കടക്കെ ഇറങ്ങുന്നു. മാടത്ത് മൂപ്പിൽ നായർ. ചന്തുവിന്റെ മനസ്സിൽ മിന്നായം പോലെ ഒരു ഓർമ്മ. തൃക്കണാപുരം മനക്കിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് അച്ഛനെ കണ്ട മൂപ്പിൽ നായർ തന്നെ അന്വേഷിച്ചിരിക്കുന്നു. കുഞ്ഞു മനസ്സിൽ കോറിയിട്ട തന്റെ പേര് ദേവൂട്ടി യൗവനത്തിലും മായ്ക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അത്രേ. നേരറിവിന്റെ വെളിച്ചമില്ലാത്ത കാലത്ത് അവളെ കണ്ടിട്ടുണ്ട്. മൂപ്പിൽ നായരുടെ ഏക മകൾ ദേവുവിനെ അച്ഛന്റെ കൈയും പിടിച്ച് മാടത്ത് തറവാട്ടിലെത്തുമ്പോൾ അവൾ കാത്തു നിൽക്കാറുണ്ട്. ആകെ വളർന്ന രണ്ടു കൊച്ചരിപ്പല്ലും കാട്ടി നിന്ന് ചിരിക്കുന്ന ദേവൂട്ടിയുടെ ചെറിയ രൂപം ഇന്നും ഓർക്കുന്നു. പേരയ്ക്ക മരത്തിന്റെ ചുവട്ടിലിരുന്ന് പ്ലാവില കുത്തി പാത്രമുണ്ടാക്കി മണ്ണുവാരിയും ചെടിയുടെ ഇലകൾ മുറിച്ചും കുഞ്ഞിച്ചോറും കൂട്ടാനും ഉണ്ടാക്കി അച്ഛനും അമ്മയുമായി കളിച്ച കുട്ടിക്കാലം. ചന്തുവിന്റെ ചുണ്ടിൽ നേരിയ മന്ദഹാസം വിരിഞ്ഞു. അച്ഛൻ മാന്ത്രിക വിദ്യ പഠിച്ചു പോന്നതിൽ പിന്നെ മാടത്ത് തറവാട്ടിലേക്ക് പോയിട്ടില്ല. മുറ്റത്ത് പടർന്നു പന്തലിച്ച ആൽമരവും പഴയ നാലുകെട്ടിന്റെ അവ്യക്ത ചിത്രം മാത്രം മനസ്സിൽ മായാതെ നിന്നു. അങ്ങോട്ടുള്ള വഴി പോലും മറന്നിരിക്കുന്നു. 2 വ്യാഴവട്ടക്കാലത്തിന് ശേഷം ഒരിക്കൽ കൂടി മാടത്ത് തറവാട്ടിലെത്താൻ ഒരു യോഗം. ഇതേ സമയത്ത് തൃക്കണാപുരം മനയുടെ വടക്കേ മുറ്റത്തെ പുലാവിൻ കൊമ്പിൽ കാലൻ കോഴിയുടെ കരച്ചിലുയർന്നു. നേരിയ കാറ്റിൽ മരച്ചിലകൾ ആടി ഉലഞ്ഞു. മനയുടെ ജനവാതിലുകൾ അടഞ്ഞിരിക്കുന്നു. ഒരു ജനവാതിലിനടുത്ത് സ്ത്രീരക്ഷസ് പ്രത്യക്ഷപ്പെട്ടു. അവൾ ചന്ദ്രയായി രൂപപരിണാമം കൊണ്ടു. തൃക്കണാപുരം മനയുടെ ഒരു മുറിയിൽ ദേവതി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. മുറിയിൽ ലൈറ്റ് കത്തുന്നുണ്ട്. ജനവാതിൽ പാളികൾ വലിയ ശബ്ദത്തോടെ തുറന്ന ശബ്ദം കേട്ട് ദേവതി ഞെട്ടി ഉണർന്നു. ജനവാതിലിനും അപ്പുറേ ചന്ദ്ര മുറിയിലേക്ക് നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്നു. സംശയത്തോടെ ദേവതി എഴുന്നേറ്റു. അസമയത്ത് ഇവൾ എന്തിനു പുറത്തിറങ്ങി? ദേവതിക്ക് അത്ഭുതം തോന്നി. ജനവാതിൽ അടച്ച് കുറ്റിയിട്ടതായിരുന്നുവല്ലോ. കൊളുത്തു നീങ്ങി അതെങ്ങനെ തുറക്കപ്പെട്ടു? ഉറങ്ങുന്നതിനു മുമ്പ് ജനവാതിൽ അടച്ച് കൊളുത്തിടേണ്ടേ ദേവതി? വല്ല കള്ളന്മാരും കഴുത്തിലെ പണ്ടം തോണ്ടിയെടുത്താലോ? ചന്ദ്ര പരിഭവത്തോടെ പറഞ്ഞു. ഞാൻ ജനവാതിൽ അടച്ച് കൊളുത്തിട്ടതായിരുന്നു ചന്ദ്ര. ഓരോ മനോവിചാരത്തില് അങ്ങനെ തോന്നിയതാവും. പ്രായം അതാണല്ലോ. ചന്ദ്രയുടെ അർത്ഥഗർഭമായ വാക്കുകേട്ട് ദേവതിയുടെ നുണക്കുഴികൾ വിരിഞ്ഞു. പതുക്കെ അവൾ മുഖമുയർത്തി. ചന്ദ്ര എന്താ നേരം കെട്ട നേരത്ത് പുറത്തിറങ്ങി നിൽക്കണേ? ദേവതി എന്താ ഇത്ര നേരമായിട്ടും ഉറങ്ങാത്തത്? ചന്ദ്ര തിരിച്ചൊരു ചോദ്യം തൊടുത്തുവിട്ടു. വീട് മാറിയതുണ്ടാവും, ഉറക്കം വരണില്ല. എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായി. രാത്രിയായ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങി അകലേക്ക് നോക്കിയിരിക്കാൻ എന്ത് ഭംഗി. ദേവതയ്ക്ക് യക്ഷിയും രക്ഷസിനെയും ഒക്കെ ഭയാണോ? ഏയ്, ഒട്ടും ഭയമില്ല. ചന്ദ്രയുടെ മുമ്പിൽ ധൈര്യശാലിയാണെന്ന് വരുത്താനാണ് അങ്ങനെ പറഞ്ഞത്. എനിക്കും ഇതിലൊട്ടും വിശ്വാസമില്ല. മുറിയുടെ മുമ്പില് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് കണ്ടില്ലേ? ഞാനത് ഊതിക്കെടുത്തി, പിന്നെയും കത്തിച്ചു. മനയില് ഒന്നും സംഭവിച്ചില്ല. ഓരോ വിശ്വാസങ്ങളേ. അതെ അതെ, ആ നിലവിളക്ക് ഊതിക്കെടുത്തിയാൽ ഞാൻ സമ്മതിക്കും ദേവതിക്ക് ധൈര്യം ഉണ്ടെന്ന്. അരുതാത്തത് കേട്ട ഭാവത്തിൽ ദേവതി ചന്ദ്രയെ നോക്കി. അത് അണയ്ക്കരുതെന്നല്ലേ മന്ത്രവാദി പറഞ്ഞത്? ധൈര്യമില്ല എന്നർത്ഥം. ധൈര്യം ഇല്ലാത്തോണ്ടല്ല, എന്തിനു വെറുതെ നമ്മളായിട്ട്. എങ്കിൽ കാണട്ടെ നിന്റെ ധൈര്യം. കെടുത്തിയ ഉടനെ കത്തിച്ചു വെച്ചോളൂ. ഇതൊരു പരീക്ഷണട്ടോ. ചന്ദ്ര കുസൃതിച്ചിരിയോടെ പറഞ്ഞു. വല്ല അപകടവും? ദേവതിക്ക് നെഞ്ചിടിപ്പുണ്ടായി. ഒന്നും സംഭവിക്കില്ല. ഇക്കാര്യം ഞാനും ദേവതി അല്ലാതെ മറ്റാരും അറിയില്ലെന്നേ. ശരി, മനസ്സില്ലാ മനസ്സോടെ ദേവതി സമ്മതിച്ചു. തലയിണയ്ക്കടിയിൽ നിന്നും തീപ്പെട്ടി എടുക്കുന്ന ദേവതിയെ നോക്കി ചന്ദ്ര നിഗൂഢമായി മന്ദഹസിച്ചു. ഞാൻ അപ്പുറം എത്താം, ദേവതി അങ്ങോട്ട് വന്നോളൂ. അത്രയും പറഞ്ഞ ശേഷം ചന്ദ്ര അപ്രത്യക്ഷമായി. വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങിയ ദേവതി ലൈറ്റിട്ടു. ആരെങ്കിലും ഉണരുന്നുണ്ടോ എന്ന് പരിഭ്രമത്തോടെ ശ്രദ്ധിച്ചു. ആട്ടുകെട്ടിലുള്ള അകത്തളത്തിൽ ഒരു മുറിയുടെ അടഞ്ഞ വാതിലിന് മുമ്പിൽ കത്തുന്ന നിലവിളക്ക്.
ദേവതി തെല്ലു പരിഭ്രമത്തോടെ വിളക്കിനടുത്ത് ചെന്ന് ശക്തിയായി ഊതി. വിളക്കണഞ്ഞു. ദേവതി തീപ്പെട്ടി ഉരച്ചു. ഉരച്ച കമ്പുകളൊക്കെ ഒടിഞ്ഞു. ഈശ്വരാ! ദേവതി ഭയന്നു. നിലവിളക്ക് കൊളുത്താനായില്ലെങ്കിൽ. ആട്ടുകട്ടിൽ ആടുന്ന ശബ്ദമുയർന്നു. അവളുടെ മുഖം വിളറി വെളുത്തു. കൈകാൽ കുഴയുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണാനായില്ല. മുറിയിൽ ഇരുട്ട് പരന്നിരിക്കുകയാണ്. ഹൃദയം ശക്തിയായി ത്രസിച്ചു. ഒരു തീപ്പെട്ടിക്കമ്പ് കത്തി. ഭാഗ്യം. ദേവതി വേഗം നിലവിളക്ക് കൊളുത്തി. അതിന്റെ വെളിച്ചത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ആട്ടുകട്ടിലിൽ ഇരുന്ന് ആടുന്ന ചന്ദ്രയെ. സമ്മതിച്ചിരിക്കുന്നു നിന്റെ ധൈര്യം. എഴുന്നേറ്റ് ചന്ദ്ര ദേവതിയെ പ്രശംസിച്ചു. ഇതിന്റെ പേരിൽ ഇനി വല്ലതും സംഭവിക്കുവോ? ചോദ്യം കേട്ട് ചന്ദ്ര തിരിഞ്ഞു നിന്ന് ദേവതിയുടെ നേരെ മുഖമുയർത്തി. ചന്ദ്രയ്ക്ക് ഭാവമാറ്റം. കണ്ണുകളിൽ കത്തിപ്പടർന്ന കോപം, ഉഗ്രശ്വാസോച്ഛ്വാസം. എന്താ ചന്ദ്ര, നിനക്കൊരു ഭാവമാറ്റം? ദേവതി ശങ്കയോടെ ചോദിച്ചു. ചന്ദ്ര പുഞ്ചിരിച്ചപ്പോൾ ചുണ്ടിന്റെ ഇരുവശത്തും പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന പല്ലുകൾ കണ്ട ദേവതി ഞെട്ടിവിറച്ചു. പെട്ടെന്ന് ചന്ദ്രയുടെ രൂപം മാറി സ്ത്രീരക്ഷസായി. അവളുടെ കഴുത്തിന് ചുറ്റും രക്തം പൊടിഞ്ഞിരിക്കുന്നു. അയ്യോ! ദേവതി അലറിക്കരഞ്ഞു. അത് കണ്ട് സ്ത്രീരക്ഷസ് പൊട്ടിച്ചിരിച്ചു. ഓടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. രണ്ടു കാലും ബന്ധിക്കപ്പെട്ട പ്രതീതി. ഞങ്ങളെ അകറ്റി നിർത്തിയ ചന്തുവിന്റെ മന്ത്രം തകർക്കാൻ കൂട്ടുനിന്നതിന് നിനക്ക് നന്ദിയുണ്ട്. പക്ഷേ എനിക്കറിയാം ഈ സംഭവം നീ നാളെ പുറത്തു പറയും. ഇല്ല, നിനക്കതിന് കഴിയരുത്. ഇവിടെ നടന്നതൊന്നും നിന്റെ സ്മൃതിപഥത്തിൽ തെളിയില്ല. നിന്റെ മനസ്സിൽ നിന്നും ഞാൻ അതൊക്കെ മായ്ച്ചു കളഞ്ഞു. സ്ത്രീരക്ഷസ് ആവേശത്തോടെ പറഞ്ഞ് ദേവതിയുടെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് തുടർന്നു. ഇനി നിനക്ക് പോകാം. ദേവതി ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിനിടയ്ക്ക് സ്വപ്നാടനമുണ്ടായി. രക്ഷസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ശക്തിക്ക് അടിമപ്പെട്ടവളെ പോലെ ചന്ദ്ര ഇടനാഴിയിലേക്ക് സാവധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷസിന്റെ വശ്യവാക്കുകൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അത് ദേവതിയുടെ കാതിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. ഇതാ ദേവതി കിടപ്പുമുറിയിലേക്ക് പോവുകയാണ്. ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. സുഖമായി നീ ഉറങ്ങൂ. ദേവതി കണ്ണിൽ നിന്നും മറിഞ്ഞതോടെ രക്ഷസ് അടഞ്ഞ വാതിലേക്കും കത്തുന്ന നിലവിളിക്കിലേക്കും നോക്കി മന്ദഹസിച്ചു. അടുത്ത നിമിഷം അടഞ്ഞ വാതിൽ തുറക്കപ്പെട്ടു. അകത്ത് ചന്തു കമിഴ്ത്തിയ കിണ്ടി. പെട്ടെന്ന് അത് ഭൂമികുൽക്കത്തിൽ പെട്ടതുപോലെ മറിഞ്ഞു വീണു. വാതിൽ പിന്നെയും അടഞ്ഞു. തിരിഞ്ഞു നിന്ന രക്ഷസ് ഇടനാഴികയിലേക്ക് നോക്കിയിട്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു. രുദ്രൻ നമ്പൂതിരി, ചന്തുവിന്റെ മാന്ത്രിക കുരുക്ക് ഞാൻ അഴിച്ചു മാറ്റി. ഇനി ഞാൻ എന്റെ കൃത്യം ആരംഭിക്കുകയാണ്. ചന്തു രാവിലെ പോകും മാടത്ത് മൂപ്പിൽ നായരുടെ തറവാട്ടിലേക്ക്. മനുഷ്യജീവി താമസിക്കാത്ത മാറാല കെട്ടിക്കിടക്കുന്ന തൃക്കണാപുരം മനയായിരിക്കും തിരിച്ചെത്തുന്ന ചന്തുവിനെ സ്വീകരിക്കുക. ചന്തുവിന്റെ പരാജയവും ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരവും. അവൾ പൊട്ടിച്ചിരിച്ചു. അടുത്ത നിമിഷം അപ്രത്യക്ഷമായി. രാമൻ നായരുടെ മുറിയിൽ ട്യൂബ് ലൈറ്റ് കത്തി. അതാരും കത്തിച്ചതായിരുന്നില്ല, സ്വയം പ്രകാശിച്ചതാണ്. വെള്ള തേച്ച ചുമരിൽ ചാരനിറത്തിലുള്ള പല്ലി. അതിന്റെ ചോരക്കണ്ണുകൾ കട്ടിലിലേക്ക്. അതിൽ സുഖനിദ്രയിലാണ് രാമൻ നായർ. മുറിയിലെ അഴക്കോളിൽ മടക്കിയിട്ട തുണിക്കപ്പുറത്തേക്ക് ചാടിയ പല്ലി രാമൻ നായരെ തല ഉയർത്തി പിന്നെയും നോക്കി. മെല്ലെ താഴേക്ക് വീണു. അത് സ്ത്രീരക്ഷസായി രൂപപരിണാമം പ്രാപിച്ചു. രക്ഷസ് രാമൻ നായരെ ദഹിപ്പിക്കും വിധം നോക്കി. അടുത്ത നിമിഷം രക്ഷസിന്റെ രൂപം പിന്നെയും മാറി സുന്ദരിയായ ഒരു യുവതിയായി തീർന്നു. കട്ടിലിന്മേലിരുന്ന് അവൾ രാമൻ നായരുടെ കഴുത്തിലൂടെ കൈയിട്ടു. കണ്ണു തുറന്ന അയാൾ ഞെട്ടിപ്പോയി. രാമൻ നായർ പിടഞ്ഞെണീറ്റ് ഇരുന്ന് ഭയത്തോടെ അവളെ തുറച്ചു നോക്കി. രാമൻ നായർ എന്താ ഇങ്ങനെ തുറച്ചു നോക്കണേ? അവൾ ലാസ്യഭാവത്തിൽ ചോദിച്ചു. നീ ഏതാ? എങ്ങനെ ഈ മുറിയിലെത്തി? അയാൾ കിതച്ചു. ഒട്ടും ഓർമ്മയില്ലേ? വഴിയിൽ വെച്ച് എന്നെ കണ്ടതും കൂട്ടിക്കൊണ്ടുവന്നതും ഒന്നും? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കഷ്ടം, രാമൻ നായർക്ക് ഇത്ര മറവിയോ? രാമൻ നായർ ഓർത്തു. ചേന്നന്റെ പുരയിൽ ചെന്ന് അരക്കുപ്പി കള്ളു കുടിച്ചത് ഓർമ്മയുണ്ട്.
അതിന്റെ ലഹരിയിലെങ്ങാനും കൊണ്ടുവന്നതായിരിക്കുമോ ഈശ്വര? രാമൻ നായർക്ക് ഭയമായി. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. ഇല്ലേ? അല്ലാച്ച ഒച്ച വയ്ക്കും ഞാൻ. മനയിലുള്ളവരെ ഉണരും. കള്ളു കുടിച്ച കഥയും എന്നെ കൊണ്ടുവന്നതും ഒക്കെ അറിയും. ഇവിടുത്തെ നിങ്ങളുടെ പണിയും പോവും. ശിവ ശിവ, എന്താ ഈ കേക്കണേ? നീ ഒന്ന് ഈ മുറിന്ന് പോണ്ടോ? പൊയ്ക്കോളാം രാമൻ നായരെ, പഠിപ്പുരയോളം ആക്കി തന്നാ മതി. രാവിലെയാണ് പോണേച്ച ആളറിയും. ആകെ കുതൂഹലാവും. വല്ലാത്തൊരു മാരണം. നടക്കുക. രാമൻ നായർ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു. അവർ പുറത്തിറങ്ങി. നല്ല നിലാവുണ്ട്. യുവതി മുമ്പിലും രാമൻ നായർ പിന്നാലെയും നടന്നു. പഠിപ്പുര കഴിഞ്ഞ നീ എങ്ങനെ ഒറ്റയ്ക്ക് പോവും? അതോർത്ത് രാമൻ നായർ വിഷമിക്കേണ്ട. അവർ പഠിപ്പുരയിലെത്തി. കാലൻകോഴിയുടെ കരച്ചിലുയർന്നു. ഇനി പോയിക്കോളൂ, മേലാൽ ഈ പഴി കടന്ന് ഇങ്ങോട്ട് വരരുത്, രാമൻ നായർ പറഞ്ഞു. അവൾ നിന്നു. നിതംബം മറിയുമാറ് ഇരുണ്ട് തൂങ്ങിയ തലമുടി കാറ്റിൽ പാറിക്കളിച്ചു. ഇതെന്താപ്പോ നിക്കണേ? പൊക്കോളാ. രാമൻ നായർ അസ്വസ്ഥനായി. അവൾ തിരിഞ്ഞു നിന്നു രാമൻ നായരുടെ നേർക്ക്. ആ രൂപം കണ്ട് രാമൻ നായർ ഞെട്ടിപ്പോയി. തൊണ്ട വരണ്ടു. കൈകാലുകൾ കുഴയുന്നത് പോലെ. മുറിയിൽ നിന്നും ഇറങ്ങിയവളല്ല തിരിഞ്ഞു നിന്നപ്പോൾ. കൂർത്ത പല്ലുകൾ, കഴുത്തിന് ചുറ്റും ഒലിച്ചിറങ്ങുന്ന രക്തം, ഉഗ്രശ്വാസോച്ഛ്വാസം, തീപാറുന്ന കണ്ണുകൾ. സ്ത്രീരക്ഷസ് പൊട്ടിച്ചിരിച്ചു. കാളിയാട്ട് തറവാട്ടിൽ ഉറക്കത്തിൽ നിന്നും ചന്തു ഞെട്ടിയുണർന്നു. തൃക്കണാപുരം മനയിൽ അത്യാപത്ത് സംഭവിച്ചിരിക്കുന്നു. ചന്തു പിടഞ്ഞെണീറ്റിരുന്നു. ഹൃദയം ശക്തിയായി ത്രസിച്ചു. ഈശ്വര, എന്തായിരിക്കും സംഭവിച്ചത്? ചന്തുവിന്റെ കണ്ണുകൾ ഗുരുതി നിറച്ച ഓട്ടുരുളിയിലേക്ക്. വേഗം ഉരുളിയുടെ മുകളിൽ കമഴ്ത്തിയ വാഴയില മാറ്റിവെച്ചു. ചമ്രം പടിഞ്ഞിരുന്ന് ഇഷ്ടദേവതയെ മിഴിച്ചിമ്മി പ്രാർത്ഥിച്ചു. പിന്നെ കണ്ണു തുറന്ന് ഗുരുതിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് തൃക്കണാപുരം മനയിലെ പടിപ്പുര. ദമ്പതി രക്ഷസുകളിലെ സ്ത്രീ രക്ഷസ് രാമൻ നായരുടെ നേർക്ക് ഉഗ്രഭാവത്തിൽ നിൽക്കുകയാണ്. തിരിഞ്ഞോടിയ രാമൻ നായർ അടിതെറ്റി വീണു. എഴുന്നേൽക്കാനാവാതെ കരയുന്ന അയാളുടെ നേർക്ക് നടനടുക്കുകയാണ് സ്ത്രീ രക്ഷസ്. അരുതേ, അരുതേ, എന്നെ കൊല്ലരുതേ, തൊഴുകയോടെ രാമൻ നായർ പറഞ്ഞു. രാമൻ നായരെ, രക്ഷപ്പെടില്ല. നീയും നിന്റെ തമ്പുരാനും. എല്ലാറ്റിനെയും ഞാൻ കൊല്ലും. തൃക്കണാപുരം മനയുടെ അടിത്തറ ഇളക്കും ഞാൻ. തമ്പുരാന്റെ സേവകനാണെങ്കിൽ പോലും നീയും ഞങ്ങളുടെ ശത്രുവാണ്. ഇതാ നിന്നെ ഞാൻ കാലപുരിക്ക് അയക്കാൻ പോകുന്നു. തൃക്കണാപുരം മന രാവിലെ കാണുന്ന കണി നിന്റെ ചേതനയറ്റ ശരീരമായിരിക്കും. ചന്തു നടുങ്ങി. രാമൻ നായരെ രക്ഷിക്കണം. അടുത്ത നിമിഷം വലതു കൈ ചുരുട്ടി നീട്ടി ചന്തു മന്ത്രം ജപിച്ചു. കൈ തുറന്നപ്പോൾ അത് നിറയെ ഭസ്മം. അത് ഊതി പറപ്പിച്ച ശേഷം ചന്തു പിന്നെയും ഉരുളിയിലേക്ക് നോക്കി. ഊതിവിട്ട ഭസ്മം ഫലത്തിൽ കൊണ്ടു. തൃക്കണാപുരം മനയുടെ പടിപ്പുരയിൽ ശക്തമായ കാറ്റു വീശി. ചുഴലിക്കാറ്റ് പോലെ വീശിയ കാറ്റ് സ്ത്രീ രക്ഷസിനെ വലയം ചെയ്തു. മുന്നോട്ട് നീങ്ങാനാവാതെ രക്ഷസ് കിതച്ചു. അവൾ ചുറ്റുപാടും നോക്കി, അട്ടഹസിച്ചു. പറന്നു പോകുന്ന ശക്തിയുടെ കാറ്റിൽ അടുത്ത നിമിഷം അവൾ പറന്നു. കടലാസു കഷ്ണം കണക്കെ അന്തരീക്ഷത്തിലേക്ക്. അലറിക്കരഞ്ഞ് ഉയർന്നു പൊങ്ങുന്ന ഉഗ്രരൂപത്തെ ഭയത്തോടെയാണ് രാമൻ നായർ നോക്കിയത്. വേഗം എഴുന്നേറ്റ് അയാൾ തിരിഞ്ഞോടി. പൂമുഖ പടിയോളമേ എത്തിയുള്ളൂ. അപ്പോഴേക്കും രാമൻ നായർ ബോധം കെട്ടു വീണു. രാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് ഉപാസനാമൂർത്തിക്ക് വിളക്ക് വെച്ച് ചന്തു കാളിയാട്ട് തറവാട് വീട് അടച്ചുപൂട്ടി. ഒരു ബാഗ് ചുമലിലും വലതു കൈയിൽ ശൂലവും സ്വർണ്ണ കസവുമുള്ള മുണ്ടും വെളുത്ത ജുബയും ധരിച്ച ചന്തു അച്ഛന്റെ പടത്തിന് നേരെ മുഖമുയർത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. മാടത്ത് മൂപ്പിൽ നായരെ തേടിയുള്ള യാത്രയാണ്. മുറ്റത്തിറങ്ങിയ ചന്തു പ്രാർത്ഥിച്ചു. പരദേവതകളെ, ഗുരുകാരണവന്മാരെ, പിതൃക്കളെ, പാതാളവാസികളായ അഷ്ടദിക് പാലകന്മാരെ തുണയ്ക്കണമേ. കുനിഞ്ഞു നിന്ന് ഭൂമി തൊട്ട് നെറുകയിൽ വെച്ചു. ചന്തു നിറഞ്ഞ പ്രാർത്ഥനയോടെ നടന്നു. തൊട്ടു മുന്നിൽ കിടന്നിരുന്ന ഒരു കയർ സർപ്പരൂപം പ്രാപിച്ചു. അത് ഫണം വിടർത്തി ചന്തുവിന്റെ നേർക്ക് വാലോളം ഉയരത്തിൽ നിന്നു. ചന്തു എന്തു ചെയ്യേണ്ടുവെന്നറിയാതെ സ്തബ്ധനായി. അപശകുനം. ചന്തു ഭീതിയോടെ മന്ത്രിച്ചു. പറന്നു കൊത്താനുള്ള തയ്യാറെടുപ്പിലാണ് സർപ്പം. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സംഭവിക്കാനിരിക്കുന്നത് എന്തും വിധിക്ക് വിട്ട് ഗരുഡ മന്ത്രം ജപിച്ചു. അടുത്ത നിമിഷം അന്തരീക്ഷത്തിൽ ഗരുഡൻ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡ ഭഗവാനെ, ആപത്തിൽ നിന്ന് രക്ഷിക്കണമേ. ചന്തു ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഗരുഡൻ താഴേക്ക് പറന്നെത്തി. നിമിഷങ്ങൾക്കുള്ളിൽ സർപ്പത്തെ കൊത്തിയെടുത്ത് ചിറകടിച്ചുയർന്നു. സമാധാനത്തോടെ ദീർഘനിശ്വാസം വിട്ട്
ചന്തു മുന്നോട്ട് നടന്നു. കേരളത്തിലെ മഹാമാന്ത്രികൻ മാടത്ത് മൂപ്പിൽ നായരുടെ തറവാട് തേടി. ഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു ഈ സമയത്ത് തൃക്കണാപുരം മന. ചാരുകസേരയിൽ ഇരുന്ന് വിയർത്തൊലിക്കുന്ന രുദ്രൻ നമ്പൂതിരി, നവ്യയും ചന്ദ്രയും ശങ്കരൻ നമ്പൂതിരിയും അന്തർജനവും ഒക്കെ പൂമുഖത്തിന്റെ ഓരോ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, നടുക്കം വിട്ടുമാറാത്ത കണ്ണുകളുമായി. സംഭവിച്ചതൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത് രാമൻ നായർ പൂമുഖത്തിന്റെയും ചാരി നിൽക്കുന്നു. ജീവിതത്തില് ഇങ്ങനെ ഞാൻ പേടിച്ചിട്ടില്ല. രാമൻ നായർ തലയ്ക്ക് കൈ കൊടുത്തു. ഒരു സ്ത്രീ മുറിയിൽ പ്രത്യക്ഷ അയച്ച അതിലെന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയില്ലല്ലോ നീയ്? രുദ്രൻ നമ്പൂതിരി പരിഭവത്തോടെ രാമൻ നായരെ നോക്കി. അത് പരമാർത്ഥം. അവള് പറഞ്ഞത് കേട്ടപ്പോ മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല എന്ന് കൂട്ടിക്കോളൂ. കത്തിച്ചു വെച്ച നിലവിളക്കിന് ശക്തി ഉണ്ടെന്നല്ലേ ചന്തു പറഞ്ഞത്? പിന്നെ എന്തേ ഇങ്ങനൊക്കെ ആയി തീരാൻ എന്നാ എന്റെ സംശയം. എല്ലാവരും ചന്ദ്രയുടെ നേർക്ക് നോക്കി. ചന്ദ്ര പറഞ്ഞതിലും കാര്യം തോന്നുന്നു. വിവരം ചന്തുവിനെ അറിയിക്കണ്ടേ? ഇന്നും അസ്തമിക്കൂലോ സൂര്യൻ? ഭയത്തോടെ രുദ്രൻ നമ്പൂതിരി പറഞ്ഞു. വിവരം പറയണത് എന്തുകൊണ്ടും നല്ലതാ, ശങ്കരൻ നമ്പൂതിരി ഇടപെട്ടു. രാമൻ നായർ രുദ്രൻ നമ്പൂതിരിയെ നോക്കിയിട്ട് പറഞ്ഞു. എനിക്ക് വയ്യാട്ടോ അത്രടം പോവാൻ. 4 ദിവസം മനയുടെ പഠിപ്പുര കടക്കില്ല ഞാൻ. അത്രണ്ട് പേടിച്ചിരിക്കുന്നു. ആർക്കും വയ്യച്ചാ നാം പോവാം, നമുക്കാണല്ലോ ആവശ്യം, രുദ്രൻ നമ്പൂതിരി അസ്വസ്ഥതയോടെ പറഞ്ഞു. വല്യമാവൻ പോവണ്ട, ഞാനും നവ്യയും കൂടി പൊക്കോളാം. ഒന്ന് പുറത്തിറങ്ങിയിട്ട് എത്ര ദിവസമായി. ചന്ദ്ര രുദ്രൻ നമ്പൂതിരിയുടെ നേർക്ക് മുഖമുയർത്തി. സന്ധ്യക്ക് മുമ്പ് ഇങ്ങോട്ടെത്തുച്ചാ പൊയ്ക്കോളൂ. പട്ടണത്തിൽ പഠിക്കണവരല്ലേ, പകതിരിവ് കാണും. ജീപ്പ് എടുത്തോളുണ്ടു, രുദ്രൻ നമ്പൂതിരി അനുവദിച്ചു. ഞാനും വരട്ടെ? രേവതി ചന്ദ്രയോട് ചോദിച്ചു. വന്നോളൂ. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടാളും പോയാ മതി. അന്തർജനം ഭയത്തോടെ രേവതിയുടെ കൈ പിടിച്ചു. എല്ലാവരും കൂടി പോണമെന്നില്ല, ഇവര് രണ്ടാളും പോവട്ടെ. രുദ്രൻ നമ്പൂതിരിയുടെ വാക്ക് അവസാനത്തേതായിരുന്നു. ചന്ദ്രയും നവ്യയും ജീപ്പിൽ കയറി. നവ്യാണ് ഡ്രൈവ് ചെയ്യാനിരുന്നത്. നോക്കിക്കൊണ്ടോണേ, ഒരിക്കൽ തന്നെ അപകടം പറ്റിയതാ, ശങ്കരൻ നമ്പൂതിരി ഓർമ്മിപ്പിച്ചു. കാളിയാട്ട് തറവാട്ടിലേക്കുള്ള വഴി അവർക്ക് രുദ്രൻ നമ്പൂതിരി പറഞ്ഞു കൊടുത്തിരുന്നു. കറുത്ത നാട പോലെ നീണ്ട റോഡിലൂടെ ജീപ്പ് അതിവേഗം പാഞ്ഞു. അവർ നിശബ്ദരായിരുന്നു. എതിരെ വരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചില്ല. കാരണം പ്രക്ഷുബ്ധമായിരുന്നു അവരുടെ മനസ്സ്. മനയിൽ നടന്നതൊക്കെ മനസ്സ് മരവിച്ചു പോകുന്നതായിരുന്നുവല്ലോ. ശാസ്ത്രം പുരോഗമിച്ചിട്ടും യക്ഷിയും രക്ഷസും മനുഷ്യനെ ഭയപ്പെടുത്തുന്നു. അത്ഭുതം തന്നെ. നവ്യ ഏറെ നേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു. അനുഭവിക്കുമ്പോ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. എങ്ങനെ കഴിഞ്ഞ മനയാണ്, എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നു ദമ്പതി രക്ഷസ്. ചന്ദ്ര നവ്യയുടെ നേർക്ക് തിരിഞ്ഞു. കെട്ടുകഥയാണ് ഇതൊക്കെ എന്ന് കരുതി എനിക്ക് പോലും വിശ്വാസമായി. ഹൃദയം തുറന്ന് ചിരിച്ച ദിവസം മറന്നു. ഒക്കെ എത്രയും വേഗം തെളിഞ്ഞാ മതിയായിരുന്നു. റോഡ് അവസാനിച്ചെടുത്ത് ജീപ്പ് നിന്നു. അവർ ചുറ്റും നോക്കി. താനാളൂർ നരസിംഹമൂർത്തി ക്ഷേത്രം കണ്ടു. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ നവ്യയും ചന്ദ്രയും വയൽവരമ്പത്തു കൂടി കിഴക്കോട്ട് നടന്നു. കാളിയാട്ടെ തറവാടിന്റെ പടിപ്പുര, അതിന്റെ മുമ്പിൽ അവരെത്തി. പഴയ തറവാടെന്നാ തോന്നണേ, ചന്ദ്ര പറഞ്ഞു. ജന്മികളാവും, ഒപ്പം മന്ത്രവാദവും. അവർ പടിപ്പുര കടന്നു. തറവാട്ടുകുളത്തിലെ വെള്ളത്തിന് നീല നിറം. അതിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന കൽപ്പടവുകൾ. ഏറ്റവും മുകളിൽ കുളത്തെണ്ണ. കുളത്തെണ്ണയിൽ ഇരുന്ന് തലമുടി വേറെടുക്കുന്ന യുവതി. വെളുത്ത ബ്ലൗസിന് മീതെ കസവ് മുണ്ടുകൊണ്ട് മുലക്കച്ച കെട്ടിയിരിക്കുന്നു. നവ്യയും ചന്ദ്രയും യുവതിയുടെ അടുത്തെത്തി. പുറംതിരിഞ്ഞിരിക്കുന്ന യുവതിയുടെ മുഖം കാണാനായില്ല. അവർ അന്യോന്യം നോക്കി. കാളിയാട്ടെ ചന്തുവിനെ കാണാൻ വന്നതാ, ചന്ദ്ര ശബ്ദമുയർത്തി. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ യുവതി തിരിഞ്ഞു നോക്കി. ചുവന്ന ചുണ്ടും കല്ലു പതിച്ച മൂക്കുത്തിയുമുള്ള ആ വെളുത്ത സുന്ദരി നീറ്റി ചുളിച്ചു. നിങ്ങളാരാ? ഒട്ടും മയമില്ലാത്ത ചോദ്യം. ഞങ്ങൾ തൃക്കണാപുരം മനേന്നാ. ചന്ദ്രയുടെ മറുപടി കേട്ടതോടെ യുവതിയുടെ മുഖം ചുവന്നു. കണ്ണുകളിൽ ഭാവമാറ്റം. ചാമുണ്ഡി ക്ഷേത്രം കടന്ന മുറ്റം, കാളിയാട്ട് തറവാടിന്റെ അവിടെ ചെന്നാൽ ആരെയെങ്കിലും കണ്ടേക്കും, ഒട്ടും രസിക്കാത്ത മട്ടിൽ യുവതി പറഞ്ഞു. ചന്തുവിന്റെ ആരെങ്കിലും ആണോ നിങ്ങൾ? നവ്യ കുശലം ചോദിച്ചു. അതെ, എന്റെ കാമുകനാണ് ചന്തു. ചന്ദ്രയും നവിയും മുഖത്തോട് മുഖം നോക്കി മന്ദഹസിച്ചു. അവർ മുറ്റത്തേക്ക് നടന്നു. ചന്തു ലൈനാക്കിയ പെണ്ണു കൊള്ളാം. നമ്മളെങ്ങാനും അയാളെ പാട്ടിലാക്കിയാലോ എന്ന പേടി അവൾക്കുണ്ട്.
കേട്ടില്ലേ മയമില്ലാതെ ചോദ്യവും മറുപടിയും. ചന്ദ്ര പറഞ്ഞു. അതെ അതെ. നവ്യ തിരിഞ്ഞു നോക്കി. അവളെ കണ്ടില്ല. ചന്ദ്രേ, ചന്തുന്റെ ലൈനിനെ കാണാനില്ലല്ലോ. ചന്ദ്രയും തിരിഞ്ഞു നോക്കി. നമ്മള് ചന്തുവിന്റെ പുതിയ കാമുകിമാരാവെന്ന് കരുതി കോപിച്ചു പോയി കാണും. അവർ ചിരിച്ചു. മുറ്റത്ത് കയറിയപ്പോൾ ഉമ്മറത്തിണ്ണയിൽ വടിയും കുത്തിപ്പിടിച്ചിരിക്കുന്ന വൃദ്ധയെ കണ്ടു. ചന്തു ഇവിടെ ഇല്ലേ? ചന്ദ്ര വൃദ്ധയോട് ചോദിച്ചു. പൂട്ടിയിട്ട ഉമ്മറവാതിൽ ചൂണ്ടിയിട്ട് വൃദ്ധ പറഞ്ഞു. കണ്ടില്ലേ മക്കളെ, ഇവിടെ ആരുമില്ല. ചന്തു ദേശാന്തരം പോയതാ. അപ്പോഴാണ് അവർ പൂട്ടിയ വാതിൽ കണ്ടത്. എങ്ങോട്ടാ പോയേ? കുറെ ദൂരെ പോയതാ. എന്ന് വരും? അറിയില്ല കുട്ടിയോളെ. ചന്തു എന്ന് വരുന്ന്? വൃദ്ധ നിസ്സഹായതയോടെ കൈമലർത്തി. അമ്മൂമ്മ എവിടുത്തേതാ? അടുത്ത വീട്ടിലെയാ. വെറുതെ വന്നതാ. വൃദ്ധ എഴുന്നേറ്റു. പിന്നെ വടിയും നിലത്തൂന്നി നടന്നു. ചന്ദ്രയും നവ്യയും മുഖത്തോട് മുഖം നോക്കി. ഇനി എന്തു ചെയ്യും? നവ്യ ചോദിച്ചു. ആൾതാമസമില്ലാത്ത മന്ത്രവാദികളുടെ തറവാട്ടുമുറ്റത്ത് നിന്നപ്പോൾ ചന്ദ്രയ്ക്ക് നേരിയ ഭയം തോന്നി. മുറ്റത്തിന്റെ വടക്കു ഭാഗത്തെ പറമ്പിൽ ആരോ പുറംതിരിഞ്ഞു നിൽക്കുന്നത് നവ്യ കണ്ടു. ദേ നോക്ക്, ഒരാൾ. ചന്ദ്രൻ നോക്കി. മുണ്ടെടുത്ത് രണ്ടാം മുണ്ട് കഴുത്തിലിട്ട് നിൽക്കുന്ന പുരുഷൻ. അവർ അയാളുടെ അടുത്തേക്ക് നടന്നു. ഈ സമയത്ത് രക്തചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് മുന്നിലെത്തിയ വൃദ്ധ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു. കർമ്മഫലം അനുഭവിക്കാതെ തരമില്ല. അതിനുശേഷം അടഞ്ഞ ശ്രീകോവിലിന്റെ നേർക്ക് നടന്ന വൃദ്ധ പെട്ടെന്ന് അപ്രത്യക്ഷയായി. ഏയ്! ചന്ദ്ര അയാളെ വിളിച്ചു. തിരിഞ്ഞു നോക്കിയില്ല. ഇയാൾക്ക് ചെവി കേൾക്കില്ലായിരിക്കും, നവ്യ പറഞ്ഞു. അയാൾ തിരിഞ്ഞു നോക്കി. ആ രൂപം കണ്ട് അവർ നടുങ്ങി വിറച്ചു. മുഖത്തെ തൊലി അഴുകി പല്ലുകളും കണ്ണുകളും തുറച്ച ഒരാൾ. നവ്യയും ചന്ദ്രയും കൈ കോർത്തു പിടിച്ച് ഭയത്തോടെ കരഞ്ഞു. അടുത്ത നിമിഷം അയാളുടെ ശരീരം ആസകലം അഴുകി. അയ്യോ! അവർ കരയാൻ തുടങ്ങി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കാലിന് കൂച്ചുവിലങ്ങിട്ടതുപോലെ. തിരിഞ്ഞു നിന്ന് അയാൾ പൊട്ടിച്ചിരിച്ചു. കരയണ്ട, നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത് ഞാനാണ്. ഇനി ഞാനാരാണെന്ന് അറിയണ്ടേ? ദമ്പതി രക്ഷസിലെ പുരുഷ രക്ഷസ്. പുരുഷ രക്ഷസ് പൊട്ടിച്ചിരിച്ചു. കഠോരമായ ചിരി കേൾക്കാൻ ശക്തിയില്ലാതെ അവർ ചെവി പൊത്തി കരഞ്ഞു. പുരുഷ രക്ഷസ് പറഞ്ഞു തുടങ്ങി. തൃക്കണാപുരം മനയിലുള്ളവരോടുള്ള പ്രതികാരം ഇനി നിങ്ങളിലൂടെ തുടങ്ങും. അതിനുവേണ്ടി ഞാനിതാ നിങ്ങളിൽ ഒരാളുടെ ശരീരത്തിലേക്ക് സന്നിവേശിക്കുന്നു. പുരുഷ രക്ഷസ് പുകയായി. ആ പുക നവ്യയെ വലയം ചെയ്ത് അപ്രത്യക്ഷമായി. നവ്യയുടെ മുഖത്ത് വിയർപ്പു കണങ്ങൾ ഉരുണ്ടുകൂടി. അവളുടെ ഭാവത്തിന് മാറ്റം വന്നു. നവ്യ ചന്ദ്രയെ നോക്കി പൊട്ടിച്ചിരിച്ചു. നവ്യ! ചന്ദ്ര പേടിച്ചരണ്ടു. ഓടി രക്ഷപ്പെടാൻ തിരിഞ്ഞപ്പോൾ തൊട്ടുമുന്നിൽ ഒരു യുവതി. കുളക്കടവിന്റെ തിണ്ണയിൽ കണ്ട അതേ യുവതി. യുദ്ധത്തിൽ ചതി പാടില്ലെന്നാണ് നീതിശാസ്ത്രം. അതുകൊണ്ട് പറയുകയാണ്, ദമ്പതി രക്ഷസിലെ സ്ത്രീ രക്ഷസാണ് ഞാൻ. തൃക്കണാപുരം മനയുടെ അവസാനത്തെ കല്ലും ഇളക്കും. അതിനുവേണ്ടി ഞാനിതാ നിന്നിലേക്ക് പടരുന്നു. അടുത്ത നിമിഷം സ്ത്രീരക്ഷസ് പുകയായി. ആ പുക ചന്ദ്രയെ വലയം ചെയ്ത് അപ്രത്യക്ഷമായി. ദമ്പതി രക്ഷസുകൾ സന്നിവേശിച്ച നവ്യയും ചന്ദ്രയും പൊട്ടിച്ചിരിച്ചു. പോകാം നമുക്ക് തൃക്കണാപുരം മനയിലേക്ക്. ചന്ദ്ര നവ്യയുടെ നേർക്ക് മുഖമുയർത്തി. താമസിക്കുന്നത് എന്തിനാ? പോയിക്കളയാം, നവ്യ പറഞ്ഞു. അവർ കാളയാട്ടെ തറവാട്ടിൽ നിന്നും മടങ്ങി താനാളൂരിലെത്തി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നവ്യ ചന്ദ്രയെ നോക്കി അടക്കം പറഞ്ഞു. കാത്തിരുന്ന നിമിഷം അല്ലേ? ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായി. ജീപ്പ് സ്റ്റാർട്ടായി. അതിന്റെ ചക്രങ്ങൾ അതിവേഗം തിരിഞ്ഞുകൊണ്ടേയിരുന്നു. മരണത്തിന്റെ ദൂതനെ പോലെ ആ വാഹനം തൃക്കണാപുരം മന ലക്ഷ്യമിട്ട് കുതിച്ചു. ജീപ്പ് കൊടുങ്കാറ്റിന്റെ വേഗതയിലാണ് ഓടുന്നത്. ലക്കും ലഗാനുമില്ലാതെ ജീപ്പിന്റെ വരവ് കണ്ട് എതിരെ വന്ന വാഹനങ്ങൾ ഒതുങ്ങി നിന്നു. വഴിയാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു. തൃക്കണാപുരം പാലവും കടന്ന് ജീപ്പ് മനയുടെ മുറ്റത്ത് വന്ന് നിന്നു. വർദ്ധിച്ച കോപത്തോടെ നവ്യയും ചന്ദ്രയും പൂമുഖത്തേക്ക് ചെരിഞ്ഞു നോക്കി. പരിഭ്രമത്തോടെ ജീപ്പിലേക്ക് നോക്കി ചാരുകസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് രുദ്രൻ നമ്പൂതിരി. ശങ്കരൻ നമ്പൂതിരിയും അന്തർജനവും ദേവതയും പൂമുഖത്തേക്ക് വന്നു.
രാമൻ നായർ ചുമലിലെ തോർത്തുമുണ്ട് കൈത്തണ്ടയിലേക്കിട്ട് പൂമുഖത്തിണ്ടയുടെ അടുത്തേക്ക് നീങ്ങി. ചന്ദ്രയാണ് ജീപ്പിൽ നിന്നും ആദ്യം ഇറങ്ങിയത്. ചന്ദ്രയുടെ പാദം മുറ്റത്ത് പതിച്ചതോടെ അതിശക്തമായി കാറ്റ് വീശാൻ തുടങ്ങി. നവ്യയും പുറത്തിറങ്ങി. ഈ സമയത്ത് പൂമുഖത്തിണ്ടയിലെ ഓട്ടുകിണ്ടി മുറ്റത്തേക്ക് തെറിച്ചു വീണു. മുറ്റത്തിനും അപ്പുറത്ത് ഒരു വൻ വൃക്ഷം കടപുഴകി നിലത്ത് പതിച്ചു. കൃഷ്ണ കൃഷ്ണ, ഇത് എന്തൊരു കാറ്റ്! രുദ്രൻ നമ്പൂതിരി തലയ്ക്ക് കൈവച്ചു. കാറ്റിൽ ചന്ദ്രയുടെയും നവ്യയുടെയും വസ്ത്രങ്ങളും തലമുടിയും പാറിക്കളിച്ചു. അവരുടെ മുഖത്തെ രൗദ്രഭാവം ശാന്തമായി. കാറ്റിനും ശാന്തത. അവർ മെല്ലെ പൂമുഖത്ത് കയറി. കണ്ടില്ലേ? രുദ്രൻ നമ്പൂതിരി ചോദിച്ചു. ഇല്ല, അയാൾ ദേശാന്തരം പോയി. ചന്ദ്രയുടെ കനത്ത ശബ്ദം. എന്ന് വരുമെന്ന് പറഞ്ഞോ? വല്ലതും പറയാൻ മറ്റാരും അവിടെ ഇല്ല. ചന്ദ്രയും നവിയും ഇടനാഴിയിലേക്ക് നടന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യ? രുദ്രൻ നമ്പൂതിരി അസ്വസ്ഥനായി. പോയ പോലെ അല്ലല്ലോ വലിയ തിരുമേനി കുട്ടികളുടെ വരവ്. വല്ലാത്ത ഭാവവും മാറ്റവും. രാമൻ നായർ മടിച്ചു മടിച്ചു പറഞ്ഞു. നമുക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായി. ശങ്കരൻ നമ്പൂതിരി ശരിവെച്ചു. അവര് ദീർഘയാത്ര കഴിഞ്ഞ് വരികയല്ലേ ശങ്കര. യാത്രാക്ഷീണം ഉണ്ടാവുകയെ. പോരാത്തേന് തേടിച്ചെന്ന ആളെ കണ്ടെത്താത്തിലുള്ള രോഷവും കാണും. രുദ്രൻ നമ്പൂതിരി പറഞ്ഞു. അങ്ങനെ ആവാം. ശങ്കരൻ നമ്പൂതിരി. ഊണ് വിളമ്പിക്കോളൂ എല്ലാവർക്കും. രുദ്രൻ നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരിയെ നോക്കി. ശങ്കരൻ നമ്പൂതിരി അകത്തേക്ക് പോയി. ഇതേ സമയത്ത് ചന്തു കുന്നിൻചെരുവ് ഇറങ്ങുകയാണ്. തലയ്ക്ക് മുകളിൽ കത്തിയെരിയുന്ന വെയിൽ. മഴക്കാലത്ത് മഴവെള്ളം ഒലിച്ചിറങ്ങി കേടുവന്നിരിക്കുന്നു കുന്നിൻചെരുവിലെ നടപ്പാത. കുന്നിറങ്ങി ചെന്നപ്പോൾ കണ്ടു ഒരു പെട്ടിക്കട. അത് ചെമ്മൺപാതയുടെ ഓരത്തായിരുന്നു. പെട്ടിക്കടയുടെ മുമ്പിൽ ഓലമേഞ്ഞ ചെറിയ പന്തൽ. അതിനു ചുവട്ടിലെ ബെഞ്ചിൽ ബീഡിയും വലിച്ചിരിക്കുന്ന വൃദ്ധൻ. പെട്ടിക്കടയുടെ ഉള്ളിലും ഒരാളുണ്ട്. തൂക്കിയിട്ട പഴക്കുലകളുടെയും നിരത്തിവെച്ച മിഠായി ഭരണികളുടെയും മറവിലാണ് പെട്ടിക്കടക്കാരന്റെ ഇരിപ്പ്. ചന്തു പന്തലിലേക്ക് ചെന്നു. വൃദ്ധൻ ചന്തുവിനെ സൂക്ഷിച്ചു നോക്കി. എങ്ങട്ടാ? വൃദ്ധൻ ചോദിച്ചു. മാടത്ത് മൂപ്പിൽ നായരുടെ തറവാട് ഏതു ഭാഗത്താണ്? ചോദ്യം കേട്ട് ഞെട്ടിയ അയാളുടെ കയ്യിൽ നിന്നും ബീഡിക്കുറ്റി തെറിച്ചു വീണു. അരുതാത്തത് കേട്ട ഭീതിയിൽ അയാൾ ചന്തുവിനെ സൂക്ഷിച്ചു നോക്കി. പെട്ടിക്കടക്കാരനും ഇറങ്ങി വന്നു. അയാളുടെ മുഖത്തും അമ്പരപ്പ്. നിങ്ങൾ ആരാണ്? പെട്ടിക്കടക്കാരൻ ചന്തുവിന്റെ നേരെ മുഖമുയർത്തി. മൂപ്പിൽ നായരുടെ ഒരകന്ന ബന്ധുവാ. ഒന്നും വിചാരിക്കരുത്. അങ്ങോട്ടുള്ള വഴി ചോദിച്ച് ആരും എത്താറില്ല. അതുകൊണ്ട് ചോദിച്ചതാണേ. ഏയ്, അങ്ങനെയൊന്നുമില്ല. വൃദ്ധൻ എഴുന്നേറ്റ് വിരൽ ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു. ദാ ആ കാണുന്ന വളവ് കഴിഞ്ഞ മറ്റൊരു പാത കാണും. അത് മൂപ്പിൽ നായരുടെ വീട്ടിലേക്കാ. നിശബ്ദം തലയിളക്കി നന്ദിയോടെ പുഞ്ചിരിച്ച് ചന്തു നടന്നു. അയാള് പറഞ്ഞത് കളവാ. ബന്ധുവിന്റെ വീട് അറിയാതിരിക്കുന്നത് എങ്ങനെ? പെട്ടിക്കടക്കാരൻ വൃദ്ധന്റെ നേരെ നോക്കി. അപ്പറഞ്ഞത് ശരിയാണല്ലോ. മന്ത്രവാദികളല്ലേ? ചുടലപ്പറമ്പിന്ന് എങ്ങാനും എണീറ്റ് വന്ന പ്രേതാവും. ശരിയാ, വിശ്വസിക്കാൻ വയ്യ. ഇന്നലെ ഞാൻ ആ കുഞ്ഞൂട്ടനെ കണ്ടു. ഏത് കുഞ്ഞൂട്ടനെ? കഴിഞ്ഞ കുംഭത്തില് തൂങ്ങി മരിച്ചില്ലേ അവനെ. എങ്ങനെ? വൃദ്ധൻ ഭയത്തോടെ ചോദിച്ചു. കടയും പൂട്ടി പോവുമായിരുന്നു. രാത്രി മണി 12 കാണും. അപ്പോഴതാ എതിരെ വരണു ഒരാൾ. ഞാൻ ബീഡിയും വലിച്ചാ വരുന്നതേ. എന്റെ മുമ്പിൽ വന്ന ഒറ്റ ചോദ്യം, ഒരു ബീഡി തരുമോന്ന്. ഞാൻ ആളെ അത്ര ശ്രദ്ധിച്ചില്ല. ബീഡി കൊടുത്ത് തീപ്പെട്ടി ഉരച്ചപ്പോഴല്ലേ അത് ചത്തുപോയ കുഞ്ഞൂട്ടനാന്ന് മനസ്സിലായത്. എന്നിട്ടോ? എന്നിട്ടെന്താ, ഓടി തിരിഞ്ഞു നോക്കാതെ വീട്ടിലെത്തിയിട്ടാ നിന്നത്. അത് കേട്ട് വൃദ്ധൻ ബെഞ്ചിന്മേൽ തളർന്നിരുന്നു. ചന്തു നിന്നു. ചെമ്മൺ റോഡിൽ നിന്നും മറ്റൊരു പാത. അതുവഴി നടന്ന അടയാളം പോലുമില്ല. പാദം തട്ടി അമരാത്ത പുല്ല് പടർന്നിരിക്കുന്നു. പരിസരത്തൊന്നും ഒറ്റ വീട് പോലുമില്ല. അർദ്ധരാത്രിയിൽ ശ്മശാനത്തിൽ അകപ്പെട്ട പ്രതീതി. പടർന്നു വളർന്ന കറുകപ്പുല്ലിൽ ചവിട്ടി ചന്തു നടന്നു. അപ്പോഴതാ പാതയുടെ രണ്ടറ്റത്ത് 2 ഗ്രാമീണർ നിൽക്കുന്നു, കാവൽക്കാരെ പോലെ. ആരാ? അവർ ചോദിച്ചു. കാളിയാട്ട തറവാട്ടിന്നാ, മൂപ്പിൽ നായരെ കാണാനെത്തിയതാ. ചന്തു പറഞ്ഞു. പൊയ്ക്കോളൂ, തിരിഞ്ഞു നോക്കരുത്. ചന്തു നടന്നു. ഇവരെന്തിന് കാവൽ നിൽക്കുന്നു? സംശയം ഉള്ളിലുയർന്നതോടെ നിന്നു. തിരിഞ്ഞു നോക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും അറിയണമല്ലോ. തിരിഞ്ഞു നോക്കിയ ചന്തു ഞെട്ടിപ്പോയി. ഗ്രാമീണർ നിന്ന സ്ഥാനത്ത് വള്ളി പടർന്ന 2 മനുഷ്യപ്രതിമകൾ. ഭയം കോരിയിട്ട നെഞ്ചകുമായി ചന്തു വേഗം നടന്നു. കൺമുമ്പിൽ പഴയ നാലുകെട്ട്. മുറ്റത്തു നിന്നും പാതയിലേക്ക് ഇറങ്ങാൻ കൽപ്പടവുകൾ.
അതിനു നേരെ പടർന്നു പന്തലിച്ച അരയാൽ, അതിന്റെ ചില്ലകളിൽ തൂങ്ങിയാടുന്ന നൂറുകണക്കിന് വവ്വാലുകൾ. ഓർമ്മയിലെ അരയാലിൽ നിന്നും വലിയ മാറ്റം. പൊട്ടിപ്പൊളിഞ്ഞ ആൽത്തറയുടെ പൊത്തിലൂടെ ഇഴഞ്ഞിറങ്ങുന്ന സർപ്പം, അതിനുമപ്പുറം കാവ്. നേരിയ ഭയം തോന്നി ചന്തുവിന്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. തൂങ്ങിക്കിടന്ന വവ്വാലുകൾ കൂട്ടത്തോടെ ചിറകടിച്ച് ചന്തുവിന്റെ നേർക്ക്. ചാഞ്ഞും ചെരിഞ്ഞും അവ ചന്തുവിനെ ആക്രമിക്കാൻ തുടങ്ങി. ഓടി രക്ഷപ്പെടാനുമായില്ല. വാവലുകൾ ചന്തുവിനെ വലയം ചെയ്തിരുന്നു. ചന്തു രക്ഷപ്പെടാനാവാതെ ഉറക്കെ കരഞ്ഞു. ഗുരുനാഥ! അലറി വിളിച്ചു ചന്തു. ആ വിളി മാടത്ത് മൂപ്പിൽ നായരുടെ തറവാട്ടിലും പരിസരത്തും പ്രകമ്പനം കൊണ്ടു. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.